Yo, this is Karthikeyan and welcome back to my channel Karthikeyan Game 3. Guys, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ ഓഗസ്റ്റ് 20th ഒരു ഗൂഗിൾ ഇവന്റ് ഉണ്ടായിരുന്നു. പിക്സൽ 10, പിക്സൽ 10 പ്രോ, പിക്സൽ 10 പ്രോ എക്സൽ, പിന്നെ പിക്സൽ ഫോൾഡ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ഒന്നും നോക്കുന്നില്ല, നമ്മൾ പിക്സലിന്റെ 3 പുതിയ സ്മാർട്ട് ഫോണാണ് നോക്കാം. അത് ഗൈസ്, നമ്മളെപ്പോഴും സ്പെക്ക് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെ സ്പെക്ക് എപ്പോഴും കേട്ടിട്ട് മടുത്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങളിപ്പം സ്പെക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുറച്ചിന് സ്പെക്ക് പറയാം, പക്ഷെ കുറച്ചുകൂടി എന്റെ ഒപ്പീനിയൻ കൂടി ചേർത്ത് പറയാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഞാൻ പിന്നെ 3 ഫോൺ സെപ്പറേറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വീഡിയോ നല്ല ലാഗ് ആവും. പിന്നെ നിങ്ങൾ ആരും അത്ര കാണാത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒരു 20 minutes ഒക്കെ പോകും. അത്ര നേരം പോകും. ജസ്റ്റ് ഒരു 110 minutes എല്ലാം കവർ ചെയ്യാം ഗൈസ്. അപ്പൊ പിക്സൽ 10, 10 പ്രോ, 10 പ്രോ എക്സലിന്റെ എല്ലാത്തിനും IP68 ഉണ്ട്, ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ബാക്ക് ഫ്രണ്ട് ഉണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ 204 grams ആണ് പിക്സൽ 10, 207 grams പിക്സൽ 10 പ്രോ, 232 grams പിക്സൽ 10 പ്രോ എക്സലിന്. പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്മാർട്ട് ഫോൺസിനും 128 OLED ഡിസ്പ്ലേ, HD10 Plus ഉണ്ട്, 2000 nits ഹൈ ബ്രൈറ്റ്നസ് ഫോർ 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 10 പ്രോയിലും 10 പ്രോ എസ് എല്ലിൽ 3300 നിറ്റ്സ് ആണ്. പിന്നെ 10 പ്രോയിലും 10 പ്രോ എസ് എല്ലിൽ LTPO ഡിസ്പ്ലേ ആണ്. സംഭവിച്ചാൽ 1 to 120 Hz. നമ്മൾ നോർമലായി സിക്കുകയാണെങ്കിൽ ഒരു സ്റ്റിൽ ഇമേജ് ആണെങ്കിൽ 1 Hz ആയിരിക്കും, പക്ഷെ നമ്മൾ വീഡിയോ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ 120 Hz. അങ്ങനെ, അതാണ് LTPO. പിന്നെ 3 സ്മാർട്ട് ഫോൺസിൽ ടെൻസർ G5 ചിപ്സെറ്റ് ആണ്. അത് 3 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി. അപ്പൊ നല്ലതായിരിക്കും. നമ്മൾ ഇതിന്റെ കൂടുതൽ ടെസ്റ്റ് റിസൾട്ട്സ് വന്നിട്ട് നമുക്ക് അതൊക്കെ കുറച്ചുകൂടി ഇതിന്റെ പുതിയൊരു പ്രോസസ്സറാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ എല്ലാ കാര്യം പറയാൻ പറ്റൂല. നല്ല പ്രോസസ്സർ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ ഇതിന്റെ എങ്ങനെയാണ് പെർഫോമൻസ് അല്ല. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഫ്ലാഷപ്പ് ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ പിക്സൽ 10 14 മെഗാ പിക്സലിന്റെ OIS ക്യാമറ, പിന്നെ 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറ വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം. അതിൻ്റെ അകത്ത് OIS ഉണ്ട്. 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ എല്ലാത്തിനും. പിന്നെ പിക്സൽ 10 പ്രോ 10 പ്രോ എക്സൽ നോക്കുകയാണെങ്കിൽ 15 മെഗാ പിക്സലിന്റെ OIS ക്യാമറ, പിന്നെ 14 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വിത്ത് 5x ഒപ്റ്റിക്കൽസും OIS, 14 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ. പിക്സൽ 10 പ്രോ 10 പ്രോ എക്സൽ ഇതേ സെയിം തന്നെയാണ്. എല്ലാ 10 പ്രോ 10 പ്രോ എക്സൽ 8K റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം 4K 3060 1080 എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫ്ലാഷപ്പ് ലെവൽ സംഭവം തന്നെ. പിക്സൽ 10 നോക്കുകയാണെങ്കിൽ 10 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് സെൽഫി ക്യാമറ ആണ്. അതിൻ്റെ അകത്ത് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. മറ്റേല് പിക്സൽ 10 പ്രോയിൽ 10 പ്രോ എക്സലിന് 42 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ഹെഡ്ഫോൺസ് ഒക്കെ ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. NFC എല്ലാത്തിനുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററി കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. പിക്സൽ 10 4970 mAh, പിക്സൽ 10 പ്രോ 4870 mAh, പിക്സൽ 10 പ്രോ എക്സലിന് 4200 mAh. നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്സൽ 10 10 പ്രോ 30 വാട്ട്സിന്റെ വയർഡ് ചാർജിങ് ആണ്. പിന്നെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്. അത് Qi2 റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ ബൈപ്പാസ് ചാർജിങ്. അപ്പൊ ആ Qi2 റിവേഴ്സ് വയർലെസ് നല്ല സംഭവമാണ്. ഏത് മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്, ഏത് മാഗ്സേഫ് എന്ത് വെച്ചാലും, എന്ത് രീതികളും മാഗ്നറ്റിക് ചാർജിങ് വയർലെസ് ചാർജിങ് വെച്ച് നോക്കി എല്ലാം വർക്കാവും. Qi2 റിവേഴ്സ് വയർലെസ് ചാർജിങ് അടിപൊളിയാണ്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്ത നല്ല കാര്യം തന്നെയാണ്. അത് 15 വാട്ടിന്റെ ആണ്. റിവേഴ്സും പറ്റും, എല്ലാവരുടെയും പറ്റും. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഗെയിം കളിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ബാറ്ററി പോയിച്ചാണ് സാധാരണ ബാക്കിയുള്ള കോമ്പൗണ്ട്സ്. ഇത് ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പൊ അത്ര ഹീറ്റ് ഉണ്ടാവില്ല. അപ്പൊ നല്ല കാര്യം തന്നെയാണ്. അപ്പം അതെല്ലാ ഫീച്ചേഴ്സ് എല്ലാത്തിനും ഉണ്ട്. അടുത്ത നമ്മൾ പ്രൈസിങ്ങിലേക്ക് നോക്കാം. പ്രൈസ് പറയാം. പ്രൈസ് പിക്സൽ 10ന്റെ പ്രൈസ് ആദ്യം പറയാം.
പിക്സൽ 10 79,999 ആണ് സ്റ്റാർട്ടിംഗ് വേരിയന്റ്. 10 പ്രോന് 1,09,999, 10 പ്രോ എക്സൽ 1,24,999. പിക്സൽ പിന്നെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഫുൾ ആയിട്ട് പറയുന്നില്ല. അത് വേണമെങ്കിൽ വേറെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടാം ഫീച്ചേഴ്സിന് വേണ്ടി മാത്രം. പക്ഷെ പ്രൈസ് കുറച്ച് പ്രശ്നമാണ്. പ്രൈസ് ഇച്ചിരി ഇതാണ്. കാരണം വെച്ചാല് 1 lakh ഹൈ ബ്രോ. പ്രൈസ് അത്യാവശ്യം ഭയങ്കര ഹൈ. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങള് പിക്സൽ 10 പ്രോ എടുത്തോ, അതായിരിക്കും ഏറ്റവും നല്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പിക്സൽ 10 പ്രോ. പിക്സൽ 10 പ്രോ ഒരു കാര്യമില്ല, ജസ്റ്റ് സ്ക്രീൻ സൈസ് മാത്രം വലുതാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും പിക്സൽ 10 പ്രോ ഉള്ള പോലെ പിക്സൽ 10 പ്രോ എക്സലിലും ഉണ്ട്. കുറച്ച് അവിടെ ഇവിടെ ഇച്ചിരി ഭാഗമുണ്ട്. പക്ഷെ പിക്സൽ 10 പ്രോ എടുത്തു. പിക്സൽ 10 ബേസിക്, 10 പ്രോ ഓക്കെ ഗുഡ്. പിക്സൽ 10 പ്രോ എക്സൽ വേസ്റ്റ് ആണ്. അങ്ങനെ വേസ്റ്റ് വെച്ചാല് എന്തിനാ നമ്മൾ 24,000 എക്സ്ട്രാ അയച്ച് പേ ചെയ്യുന്നത്? ഒരു ആവശ്യമില്ല. ഒരു ജസ്റ്റ് സ്ക്രീൻ സൈസ് അവിടെ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഇൻക്രീസ് ചെയ്തതിന് നമ്മൾ 24,000 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മണി തന്നെയാണ്. അത്രയും പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം പിക്സൽ 10 പ്രോ എല്ലാത്തിനും ഓവർ പ്രൈസ് ആണ്. പിക്സൽ ഇപ്പം കുറച്ച് കാലം വെച്ച് പിക്സൽ 9 ഓവർ പ്രൈസ് ആണ്. ഇത് ഓവർ പ്രൈസ് എന്താണെന്നറിയില്ല, പിക്സൽ ഇങ്ങനെ ആയിപ്പോയെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഞാൻ പറയുന്നത് പിക്സൽ 10 പ്രോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിക്സൽ 10ഉം കുഴപ്പമില്ല. പക്ഷെ 3 സ്മാർട്ട് ഫോൺസ് ഇച്ചിരി ഓവർ പ്രൈസ് തന്നെയാണ്. അപ്പം നല്ല സ്മാർട്ട് ഫോൺസ് തന്നെയാണ്. ഓവർ പ്രൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ ടെൻസർ G5 എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ G2 വയർലെസ് ചാർജിങ് അടിപൊളി തന്നെയാണ്. നമ്മൾ ടെൻസർ G5 നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇനി കുറെ ഗീക്ക് ബെഞ്ച് സ്കോറും പെർഫോമൻസ് ടെസ്റ്റും അതൊക്കെ വന്നാൽ നമുക്ക് അതിന്റെ അന്തുത്തു സ്കോറെല്ലാം വന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്ത് കുറെ ആൾക്കാർ ഇടുമ്പോൾ മനസ്സിലാവുള്ളൂ. അതിന് വേണേ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടെൻസർ G5ന്റെ ഒരു വീഡിയോ ഇടും ഞാൻ. ടെൻസർ G5 വേഴ്സസ് സ്നാപ്ഡ്രാഗൺ 8 വീഡിയോ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കുറവാന്ന് പറയുന്നത്.